അവന്മാർ ലാബിൽ നിന്ന് വരുന്നതിന് മുമ്പേ പരിപാടി തീർക്കണം. എന്ത് എൻ്റെ അമ്മൂമ്മ കെട്ടിക്കും പേപ്പർ. അമ്മ എന്നും ചിക്കൻ കറിയൊക്കെ കൊണ്ടുവരുന്ന ഇന്ന് കൊണ്ടുവരണേ. എന്തേടാ ഇത്? വായിക്കുന്ന ഒളിപ്പീരോറ വല്ലതും ഉണ്ട്. ഇതൊക്കെ ആരാടാ ഇവിടെ പഠിക്കാൻ വരുന്നത്? എന്ത് ദൈവമേ ഇത് കെട്ടു. സ്കൂളിൽ പഠിക്കാൻ തന്നെയാണോ വരുന്നത്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. എടാ ആർക്കും കിട്ടാത്ത ഔട്ട്പുട്ട് അങ്ങനെ നിനക്ക് കിട്ടിയേ? എടാ നമ്മുടെ പ്രോഗ്രാം എന്തായിരുന്നു? കാൽക്കുലേറ്റർ, 2 സംഖ്യകൾ തമ്മിൽ കൂട്ടാന്. ഇവനൊരു മര്യാദ വേണ്ടടാ. ചോറ് കാണുന്നിടത്ത് വെക്കണ്ടേ? ഇതിനിപ്പോൾ ആകെ 1 2 3 ഉറേ ഉള്ളൂ. 4ാമത്തെ ഉറവെല്ലാം തയ്പ്പിച്ച് വെച്ചോ ഇവിടെ. ചോറകത്തിരിപ്പുണ്ട്. ആ മണമുണ്ട്. ഇപ്പം ചോറ് തന്നെ ചിക്കനാന്ന് തോന്നുന്നു. ആ ചുമ്മാതല്ല, ഒളിപ്പീരോറ ഉണ്ടാക്കി വെച്ചേക്കുവാ കൊച്ചു കള്ളൻ. നല്ല കേരക്കറിയുടെ മണം. ചൂട് ഇതിലോട്ടും പോയില്ലേ പുല്ലിൻ്റെ? അതാടാ മൊണ്ണ ചോദിച്ചാൽ എങ്ങനെ കിട്ടിയെന്ന്. എടാ ഞാൻ നേരത്തെ ഔട്ട്പുട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 8. ഞാൻ ഇൻപുട്ട് 4+4 എന്ന് പറഞ്ഞ് കൊടുത്ത് സാറിനെ പറ്റിച്ച് നൈസായിട്ട്. അമ്മാര് വരുന്നുണ്ടോ? എന്തരാടെ അവിടെ അടച്ചു വെച്ചേക്കുന്നത്? അച്ഛനാ തുറക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അടക്കണം. അങ്ങനെ മതിയായിരുന്നല്ലേ? എല്ലാം കൂടെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചേക്കുവാ. അത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി കൊച്ചു കള്ളൻ. എല്ലാം കൂടെ പരട്ടി അടിക്കുക, അതാ നല്ലത്. സുമേഷ് രാവിലെ പോയാൽ അഭിലാഷേ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? ബ്രേക്ക് ടൈം ആയി. എടാ ഇന്ന് വിശപ്പില്ലടാ, വയറിനെന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾ പോയി കഴിച്ചോ. അഭിലാഷേ നിനക്ക് വേണ്ടി ഞാൻ കേരക്കറിയൊക്കെ കൊണ്ടുവന്നേക്കുന്നേ, വാ കഴിക്കാന്നേ. അയ്യോ പാവം, എനിക്ക് വേണ്ടി അവൻ ചോറ് കൊണ്ടുവന്നത്. കട്ട് തിന്നേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അവൻ ഇറങ്ങിയപ്പോൾ നാണക്കേട് ആവുമല്ലോ. എടാ നല്ല കേരക്കറിയുടെ വാടാ. ഞാനിന്ന് ബിരിയാണി കൊണ്ടുവന്നേക്കുന്നത്. ഇന്നലെ വീട്ടില് വാർപ്പായിരുന്നു. ചിക്കനൊക്കെ അടിച്ച് തിന്നാം, കേരക്കറി തിന്നാം, പാടാ. തെണ്ടി എന്ന് പച്ചക്കഞ്ഞി കുടിക്കുന്നു. അവൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുന്നു. അറിയാറ് ഞാൻ ആദ്യമേ എടുത്ത് നിന്നേനെ. എടാ അവരെ വ്രതമാണെന്ന് തോന്നുന്നു. പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടാൻ നമുക്ക് കഴിക്കാം. വേണ്ടല്ലോ. വേണ്ട, എനിക്ക് 100% മാർക്ക് കിട്ടാൻ. ഈ സ്കൂളിന് തന്നെ ഉറപ്പില്ല 100% കിട്ടുമെന്ന്. ഞാൻ കാരണം അപ്പോഴാ. ചോറെട്, ബിരിയാണി എടു, നമുക്ക് ആദ്യം അത് കഴിക്കാം. ഏത് ബിരിയാണി? അപ്പം നീ ബിരിയാണി കൊണ്ടുവന്നില്ല? ഞാൻ ബാഗ് പോലും കൊണ്ടുവന്നില്ല, പിന്നില്ലേ ബിരിയാണി. നീ ഇത്രയ്ക്ക് മൊണ്ണയാണോ? നീ കണ്ടിട്ടില്ല ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ചമ്മന്തി ചോറും അതിന് മേലെ ഞാൻ ഒന്നും കൊണ്ടുവരത്തില്ല. അപ്പോഴവൻ്റെ ബിരിയാണി. ഞാൻ അവനെ ഒന്ന് ചുമ്മാ ഇളക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? നീ അത് വിശ്വസിച്ചോ? പോട്ടെ, കൈ അങ്ങോട്ട് മാറ്റേ. ചോറും കേരക്കറിയും അന്തസ്. പിന്നെ ഒരു കാര്യം, എത്ര കഷ്ണം മീനുണ്ട്? ഒരു കഷ്ണം. പകുതി നിനക്ക് പകുതി എനിക്ക്. ആ ഓക്കെ. കേരയുടെ മണം വരുന്നുണ്ടോ? കേരയുടെ ആണോ? ആ കുടമ്പളി ഇട്ട് വെച്ചതാ. ഇതിനകത്തൊന്നും ഇല്ലല്ലോ, നമ്മളെ പറ്റിച്ചോ? എന്താണ് കേരക്കറി ചോറും? ഏതോ നാറി എടുത്തോണ്ട് പോയട ലാബിന് പോയപ്പോ. വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട്. എടാ നീ എന്തിനാടാ മോങ്ങുന്നേ? ഞാനൊരു തെറ്റ് ചെയ്തടാ നിന്നോട്. അതൊക്കെ പോട്ടെ, ബിരിയാണി എന്ത്? ബിരിയാണിക്കകത്ത് അച്ചാറില്ലാത്തോണ്ട് ഞാൻ കൊണ്ടുവന്നില്ല. ഇത് കണ്ടോടെ ഏതോ എന്റെ ചോറും മീൻകറിയൊക്കെ എടുത്തോണ്ട് പാത്രമെങ്കിലും ഒന്ന് കഴുകി വെച്ചൂടായിരുന്നോ? എന്നാ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞേക്കാം, കഴുകി വെക്കാം കേട്ടോ. ഡ്രൈവർ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാൻ പോയി കഞ്ഞി കുടിച്ചിട്ട് വരാം. എന്താ നീ ഒന്നും കഴിച്ചിട്ടിടുന്നു? ഇല്ലടാ, ഒന്നും കഴിച്ചിടാ. 2 ആഴ്ചയായിട്ട് അച്ഛന് കൂലിപ്പണിയൊന്നും ഇല്ല. അതുകൊണ്ടൊന്നും ഇല്ല. സ്കൂളിൽ കഞ്ഞി ഉണ്ടല്ലോ, ഞാൻ ഡെയിലി അതില്ലേ കുടിക്കുന്നത്. എടാ എനിക്ക് സ്കൂളിലെ കഞ്ഞിയുടെ അരി അങ്ങോട്ട് പിടിക്കുന്നില്ല. എനിക്ക് ജയയുടെ അരി തന്നെ വേണം. ജയ മട്ട റൈസ്, അതും വെള്ളം.
ഈ കട്ടിലേക്ക് കിടന്നിട്ട് മേപ്പോട്ട് എടുക്കരുത്, അത് വായി തന്നെ വീഴത്തും. ഓഹോ, നിന്റെ BMW നീ വന്നേ? അല്ലടാ, അത് വർക്ക്ഷോപ്പിലാ, അതുകൊണ്ട് കഞ്ഞി കുടിക്കാൻ വാഗണല്ലേ വന്നേ. ഈ പെടുക്കുമ്പോഴേ നീട്ടി പിടിച്ച് പെടുത്തില്ലെങ്കിൽ അത് നിക്കറിനകത്ത് തന്നെ വീഴും. അത് ആലോചിച്ചു നീ. മൂക്കിലാട് നമ്മോന് ഊഞ്ഞാലാട്ടോ നോക്കില്ല കേട്ടോ. മക്കളെ നല്ല ചൂട് പപ്സ് ഉണ്ട്, എടുക്കട്ടെ? പപ്സ് ആ എടുത്തോ എടുത്തോ. ഹായ് നാരങ്ങ വെള്ളം പപ്സും. എടാ എനിക്കൂടെ ഒന്ന് മേടിച്ചു കാടാ. കഷ്ടമുണ്ടാ, ഒരെണ്ണം എനിക്ക് മേടിച്ചു കാടാ. കഷ്ടാടാ. ഞങ്ങളുടെ പൈസ ഒന്നും ഇല്ല, തീർന്ന പൈസ. ഇല്ല 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 പോ പോ, ഇല്ല പൈസ ഇല്ല, പോ. പപ്സ് മേടിച്ചെടുത്തില്ലല്ലോ? തരത്തില്ല. അല്ലേ വേണ്ട, എൻ്റെ കാശുണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ മേടിച്ചു തരാമെന്ന്. നിങ്ങളായിട്ട് എനിക്ക് മേടിച്ചെടുത്തില്ലല്ലോ. ചേച്ചി 2 പപ്സ് കുമാർക്ക് കൊടുത്തേ കേട്ടോ, കാശ് ഇവിടെ വെച്ചേക്കുന്നത്. കഴി കേട്ടോ. ശരി. അവനൊരെണ്ണം മേടിച്ചു കൊടുക്കായിരുന്നില്ലോടാ. ഓ, അവൻ അഹങ്കാരിയാണ്, അതിനൊക്കെ എന്താ? നീ ഇത് കഴിക്ക്. നാരങ്ങ വെള്ളം പപ്സ് വാട്ടെ കോംബോ. ഒരു ദിവസം നീ എത്ര അച്ചാർ തന്നൂടാ, നിനക്ക് മടുക്കത്തില്ലേ? നിന്റെ അച്ഛന്റെ കാശിന് മേടിക്കുന്നതല്ലോ, ഞാൻ എന്റെ അച്ഛന്റെ കാശിന് മേടിക്കുന്നില്ലയോ. മിണ്ടാവരും നക്കാ. ഞാൻ നോക്കിക്കോളാം. എന്നാലും ഇച്ചിരി കടുപ്പവാ. ആമ്പലും കൈമാറ്റി. എടാ മക്കളുമാരെ, ഈ 1 രൂപയുടെ അല്ലെ 2 രൂപയുടെ അച്ചാർ എന്ന് പറഞ്ഞുണ്ടല്ലോ, ഒരു അടിപൊളി സാധനം. എന്നാ ടേസ്റ്റ് അറിയാം. അവിടെ ഇങ്ങനെ ആണോ ഇച്ചിരി എടുത്ത് വേണ്ട ഉണ്ടാക്കണ്ട. ഇതും കൊണ്ട് നമുക്ക് എവിടൊക്കെ പോവാന്നറിയാവോ? പിന്നെ അറിയാം, അൾസറായിട്ട് ഗവൺമെന്റ് ആശുപത്രി വരെ പോവാ. പിന്നെ അതിന് മുമ്പ് ആരും തല്ലിക്കൊന്നോളും. എഴുന്നേറ്റ്. എന്താ സാറേ? നിന്റെ നാക്കൊന്ന് കാണിച്ചേ. എന്തുകൊണ്ടാ നീ മുറുക്കിയോ? നാക്ക് ഇങ്ങനെ അങ്ങ് ചുവന്നിരിക്കാൻ. വീട്ടിൽ അച്ഛനൊക്കെ സ്ഥിരം മുറുക്കേ, അപ്പൊ അച്ഛന്റെ നാക്കും ചുമന്നിരിക്കാം. പാരമ്പര്യമായിരിക്കും നാക്ക് ചുമന്നിരിക്കുന്നത്. അല്ലാതെ നീ അച്ചാറിട്ട് ഞൊണഞ്ഞോണ്ടിരുന്നോണ്ടല്ല. അച്ചാറോ? അച്ചാർ എനിക്ക് തിന്നാനേ പറ്റത്തില്ല. ഗ്യാസാ, ഗ്യാസ് ഗ്യാസ്. എന്നാലേ നാളെ ക്ലാസ്സിന് വരുമ്പം അച്ഛനെയും അച്ചാറും കൊണ്ടും ക്ലാസ് കയറിയാ മതി. ശരി സാർ. എക്സ്ക്യൂസ് മീ സാർ, എന്റെ മകൻ ഷിയാസിനെ എന്തിന് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടോ? അവനെ 24 മണിക്കൂർ. അത് ശരി, അതിപ്പോ പിടിച്ചതിനെക്കാട്ടി വലുതാണല്ലോ പൊനത്തിയിരിക്കുന്നത്.